കാൽപാദം തുളഞ്ഞ് ബയണറ്റ് അപ്പുറത്തേക്ക് കയറി. ചോര ഭിത്തിയിലേക്ക് ചീറ്റിത്തെറിച്ചു. VS എന്ന സമരഗാഥ ചരിത്രമാകുമ്പോൾ പുന്നപ്രയിലെ ആ സമരകാലം ഭൂതകാലത്തിൽ നിന്നും വർത്തമാന കേരളത്തിനോട് സംസാരിച്ചു തുടങ്ങുകയാണ്. AKGയെയും EMSനെയും നായനാരിനെയും കൃഷ്ണപിള്ളയെയും കാണാത്ത ഒരു തലമുറ ഇന്നും അഭിമാനത്തോടെ പറയും, ഞങ്ങൾ VSന്റെ കാലത്ത് ജീവിച്ചിരുന്നു എന്ന യാഥാർത്ഥ്യം. വേലിക്കകത്ത് ശങ്കരൻ അച്യുതാനന്ദൻ എന്ന പോരാളിയെ കേരളം അറിഞ്ഞതും വിളിച്ചതും VS എന്നാണ്. നിലയ്ക്കാത്ത രാഷ്ട്രീയ പോരാട്ടങ്ങളുടെ തുടരാഖ്യാനങ്ങളായിരുന്നു VSനെ കേരളത്തിന്റെ സാമൂഹിക ജീവിതത്തിലും അതുപോലെ പൊതുമണ്ഡലത്തിലും അടയാളപ്പെടുത്തിയത്. സമാനതകളില്ലാത്ത, ഒത്തുതീർപ്പുകളില്ലാത്ത സമരജീവിതത്തിന് വിരാമമിട്ട് VS എന്ന അതികായകൻ നടന്നു മറയുമ്പോൾ കേരള രാഷ്ട്രീയത്തിൽ അവസാനിക്കുന്നത് ഐതിഹാസികമായ ഒരു കാലം കൂടിയാണ്. മുഖ്യധാരാ രാഷ്ട്രീയം മൂലധന ശക്തികൾക്കൊപ്പം സഞ്ചരിക്കാനും സാധാരണക്കാരുടെ പ്രശ്നങ്ങൾ തിരഞ്ഞെടുപ്പ് കാലത്ത് മാത്രം ചർച്ച ചെയ്യുകയും ചെയ്തിരുന്ന ഒരു കാലത്താണ് പ്രതിരോധത്തിന്റെയും പ്രതിഷേധത്തിന്റെയും ശബ്ദമുയർത്തിക്കൊണ്ട് VS വരുന്നത്. തന്റെ രാഷ്ട്രീയ ജീവിതത്തെ സ്വന്തം പാർട്ടിക്കപ്പുറത്തേക്കും പ്രസക്തിയുള്ളതാക്കി മാറ്റുന്നത് അദ്ദേഹം അങ്ങനെയാണ്. പാർട്ടിയെ പോലും വിമർശിച്ച പാർട്ടിക്കാരൻ അതിവേഗം അത് സാധാരണക്കാരന്റെ ശബ്ദമായി മാറുകയും അദ്ദേഹം അവർക്ക് പ്രിയപ്പെട്ടവനാവുകയും ചെയ്തു. കമ്മ്യൂണിസ്റ്റ് സൈദ്ധാന്തികതയുടെ അമിതഭാരമില്ലാതെ എന്നാൽ ഇടതു രാഷ്ട്രീയമെന്ന ആദർശ ധീരതയുടെ നിലപാടു തറയിൽ ഉറച്ചു നിന്നുകൊണ്ട് പ്രായാധിക്യത്തിന്റെ പരാധീനകൾ പോലും വകവയ്ക്കാതെ VS അനീതിയുടെ മതികെട്ടാൻ മലനിരകളിലേക്ക് പോരാട്ടം നയിച്ചു. അധികാരത്തണലിൽ തഴച്ചു വളർന്ന ഭൂമി കയ്യേറ്റങ്ങൾക്കെതിരെ അദ്ദേഹം പ്രതിരോധം തീർത്തു. അധികാരവും അഴിമതിയും കൈകോർക്കുന്ന ഇടങ്ങളിലെല്ലാം കടന്നുചെന്ന് പ്രതിരോധത്തിന്റെ വൻമതിലുകൾ തീർക്കാൻ VS ധാരാളമായിരുന്നു. പാർട്ടിക്കപ്പുറം വളർന്ന ജനപിന്തുണ പാർട്ടിയിലെ പ്രമുഖർക്ക് തലവേദന സൃഷ്ടിച്ചപ്പോൾ വൃദ്ധ പോരാളിക്ക് ആയുധവും വെടിമരുന്നും യന്ത്രങ്ങളും പകർന്നു ശക്തിയേകിയ കൂട്ടാളികളെ പാർട്ടി തന്നെ ഓരോന്നായി വെട്ടിമാറ്റി തുടങ്ങി. 1964 CPM ദേശീയ കൗൺസിലിൽ നിന്ന് പ്രതിഷേധിച്ചിറങ്ങിപ്പോയി CPM എന്ന പാർട്ടി രൂപവൽക്കരിക്കാൻ മുൻകൈയെടുത്ത 32 നേതാക്കന്മാരിൽ ഒരാളായ VS അച്യുതാനന്ദൻ ഒറ്റപ്പെട്ടെന്ന് തിരിച്ചറിഞ്ഞപ്പോഴും കീഴടങ്ങാൻ തയ്യാറായിരുന്നില്ല. ജനങ്ങളുടെ ഇടയിൽ ജനങ്ങൾക്ക് വേണ്ടി ജീവിച്ച നേതാവിന്റെ പോരാട്ടം തുടരാൻ ജനങ്ങളുടെ പിന്തുണ മാത്രം മതിയായിരുന്നു. അന്ന് ദേശീയ കൗൺസിലിൽ നിന്ന് ഇറങ്ങിപ്പോന്ന 32 പേരിൽ അവസാനത്തെയാളും യാത്ര പറയുമ്പോൾ CPMന്റെ സമരചരിത്രത്തിലെ ജ്വലിക്കുന്ന ഒരു അധ്യായം കൂടിയാണ് അവസാനിക്കുന്നത്. പുന്നപ്ര വയലാർ സമരത്തിലുടനീളം സ്ഫുടം ചെയ്തെടുത്ത ജീവിതം തല ഉയർത്തി നടക്കാനാണ് VSനെ പഠിപ്പിച്ചതത്രയും. ആ നടത്തം പിന്നീട് കേരളത്തിലെ മിമിക്രി കലാകാരന്മാരും അനേകം വേദികളിൽ അനുകരിച്ച് കയ്യടി നേടുകയുണ്ടായി. വേലിക്കകത്ത് ശങ്കരന്റെയും അക്കമ്മയുടെയും മകനായി ആലപ്പുഴ ജില്ലയിലെ പുന്നപ്രയിൽ 1923 ഒക്ടോബർ 20 ജനിച്ച അച്യുതാനന്ദന് 4ാമത്തെ വയസ്സിൽ തന്റെ അമ്മയെയും 11ാമത്തെ വയസ്സിൽ തന്റെ പ്രിയപ്പെട്ട അച്ഛനെയും നഷ്ടപ്പെട്ടു. ദാരിദ്ര്യം കൊണ്ട് 7ാം ക്ലാസ്സിൽ സ്കൂൾ പഠനം അവസാനിപ്പിക്കേണ്ടി വന്നതോടെ അച്യുതാനന്ദൻ മൂത്ത ജ്യേഷ്ഠന്റെ തയ്യൽ കടയിൽ സഹായിയായി കൂടി. പിന്നീട് അടുത്തു തന്നെയുള്ള കയർ ഫാക്ടറിയിൽ തൊഴിലാളിയായി ജോലിയിൽ പ്രവേശിക്കുകയും ചെയ്തു. അവിടെ വരുന്നവരും പോകുന്നവരും ചർച്ച ചെയ്തതിലൂടെയാണ് VS എന്ന രാഷ്ട്രീയ നേതാവ് ജനിക്കുന്നത്. 1940 തന്റെ 17ാമത്തെ വയസ്സിൽ VS പാർട്ടി അംഗത്വം നേടിയത് സാക്ഷാൽ സഖാവ് P. കൃഷ്ണപിള്ളയിൽ നിന്നാണ്. VS ആലപ്പുഴ ജില്ലയിലെ പാർട്ടി പ്രവർത്തനങ്ങളിലെ സജീവ സാന്നിധ്യമായി വളരെ വേഗത്തിൽ തന്നെ കൃഷ്ണപിള്ളയടക്കമുള്ള മുതിർന്ന നേതാക്കളുടെ ശ്രദ്ധയാകർഷിച്ചു. തൊഴിലാളികളെ സംഘടിപ്പിക്കുന്നതിലും സമരപരിപാടികൾ ആസൂത്രണം ചെയ്യുന്നതിലുമുള്ള മികവ് വളരെ പെട്ടെന്ന് തന്നെ VSനെ ജനങ്ങളുടെ പ്രിയങ്കരനായി നേതാവാക്കി മാറ്റി. ജനങ്ങളുടെ ഇടയിൽ ജീവിച്ചുകൊണ്ടാണ് VS തന്റെ ഭാവി രാഷ്ട്രീയ ജീവിതത്തിന് വേണ്ട ഇന്ധനം കണ്ടെത്തുന്നതും. കൂലിക്കും ചൂഷണത്തിനെതിരെയും കുട്ടനാട്ടിലും ആലപ്പുഴയിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സംഘാടനത്തിൽ അലയടിച്ച കർഷക തൊഴിലാളി സമരങ്ങൾ ഉത്തരവാദ ഭരണ പ്രക്ഷോഭമായി രൂപം മാറി. VS അടക്കമുള്ള പ്രവർത്തകർക്കായിരുന്നു കർഷക പ്രക്ഷോഭങ്ങളുടെ സംഘാടന ചുമതല. അധികാരം തന്നിൽ തന്നെ കേന്ദ്രീകരിക്കുന്ന അമേരിക്കൻ മോഡൽ മുന്നോട്ട് വെച്ച് ഉത്തരവാദ ഭരണ ആവശ്യത്തെ നേരിടാനായിരുന്നു ദിവാൻ സർ CPയുടെ പദ്ധതി. എന്നാൽ സ്വാതന്ത്ര്യം എന്നതിൽ കുറഞ്ഞ ഒരു ഒത്തുതീർപ്പുമില്ല എന്ന് TV തോമസ് അടക്കമുള്ള നേതാക്കൾ തീർത്തു പറഞ്ഞു. അതോടെ അടിച്ചമർത്താൻ CP പ്രത്യേക പോലീസ് സംഘത്തെ ഇറക്കിവിട്ടു. C. കേശവൻ, PT പുന്നൂസ് എന്നിവരെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. VS അടക്കമുള്ളവർക്കെതിരെ അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിച്ചിട്ടുമുണ്ട്. ആലപ്പുഴ ആലിശ്ശേരി മൈതാനത്ത് പ്രതിഷേധ യോഗം നടത്തിയ സുഗതനെയും മറ്റും അറസ്റ്റ് ചെയ്തു.
യോഗത്തിൽ പ്രാസംഗികനായിരുന്ന VS അറസ്റ്റിൽ നിന്ന് എങ്ങനെയോ രക്ഷപ്പെട്ടു. പിടികൊടുക്കരുതെന്ന പാർട്ടി നിർദ്ദേശത്തെ തുടർന്ന് കോട്ടയം പൂഞ്ഞാറിലേക്ക് അദ്ദേഹം മാറി. എന്നാൽ 2 ആഴ്ചയ്ക്കുള്ളിൽ തന്നെ വീണ്ടും പാർട്ടി കത്ത് വന്നു തിരിച്ചു ചെല്ലാൻ. അപ്പോഴേക്കും ആലപ്പുഴയിൽ പോലീസ് നരനായാട്ട് തുടങ്ങിയിരുന്നു. പുന്നപ്ര, കളർക്കോട് ഭാഗങ്ങളിൽ അതിക്രമം അതിരൂക്ഷമാണ്. ഇത് നേരിടാൻ പാർട്ടി തീരുമാനിച്ചു. യുദ്ധം കഴിഞ്ഞ് പിരിഞ്ഞു വന്ന പട്ടാളക്കാരുടെ നേതൃത്വത്തിൽ വോളണ്ടിയർ ക്യാമ്പുകൾ ആരംഭിച്ചു. പോലീസ് വെടിവെച്ചാൽ ഒഴിയാനും കമുങ്ങ് 4 കീറിയ വാരിക്കുന്തം കൊണ്ട് തിരിച്ചടിക്കാനായിരുന്നു പരിശീലനം. 400ഓളം പേർ വീതമുള്ള 3 ക്യാമ്പുകളിലെ വോളണ്ടിയർമാർക്ക് രാഷ്ട്രീയ ബോധം നൽകേണ്ട ചുമതലയായിരുന്നു VSനെ ഏൽപ്പിച്ചത്. ക്യാമ്പും പരിശീലനവും തുടരവേ 1946 ഒക്ടോബർ 25-ന് തിരുവിതാംകൂർ രാജാവിന്റെ തിരുനാളിനോടനുബന്ധിച്ച് മേഖലയിൽ കൂടുതൽ പോലീസ് ക്യാമ്പുകൾ തുറന്നു. ജനങ്ങളുടെ സ്വൈര്യം കെടുത്തുന്ന പോലീസ് ക്യാമ്പുകൾ അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് വോളണ്ടിയർമാരുടെ നേതൃത്വത്തിൽ ബഹുജന മാർച്ച് നടത്താൻ തീരുമാനിച്ചു. അമേരിക്കൻ മോഡൽ അറബിക്കടൽ എന്നതായിരുന്നു ആ മുദ്രാവാക്യം. പുന്നപ്രയിലെ പോലീസ് ക്യാമ്പ് ലക്ഷ്യം വെച്ച് നീങ്ങിയ മാർച്ചിൽ ഒരു ഭാഗം വരെ VS ഉണ്ടായിരുന്നു. ഇനി അങ്ങോട്ട് VS വേണ്ട, വാറന്റ് നിലവിലുള്ള സ്ഥിതിക്ക് അറസ്റ്റ് ചെയ്യുമെന്ന നിർദ്ദേശം വന്നതിനെ തുടർന്ന് VS പ്രദേശത്തു നിന്ന് തന്നെ ഒരു തൊഴിലാളിയുടെ വീട്ടിലേക്ക് മാറി. ഇതിനിടെ ക്യാമ്പ് ലക്ഷ്യമാക്കി നീങ്ങിയ പ്രക്ഷോഭകരെ വെടിവെക്കാൻ പോലീസ് മേധാവി ഉത്തരവിട്ടു. വോളണ്ടിയർമാർ വാരിക്കുന്തവുമായി നിലത്തുകടന്നു. വെടിവെപ്പിൽ 50ഓളം തൊഴിലാളികളെങ്കിലും കൊല്ലപ്പെട്ടിട്ടുണ്ട്. ചിലർ പോലീസ് ക്യാമ്പിലേക്ക് ഇഴഞ്ഞു നീങ്ങി. SIയുടെ തല വെട്ടി. 8 പോലീസുകാരെയാണ് കൊന്നത്. തോക്കുകൾ പിടിച്ചെടുത്തു. ആ തോക്കുമായി സഖാക്കൾ VS തങ്ങിയ ഇടത്തു വന്നു. അവ ഉപേക്ഷിക്കാൻ നിർദ്ദേശിച്ച അദ്ദേഹം വീണ്ടും പൂഞ്ഞാറിലേക്ക് മാറി. ആ തോക്കുകൾ ഉപേക്ഷിച്ചത് 6-ലേക്കായിരുന്നു. ഒക്ടോബർ 28-ന് പൂഞ്ഞാറിൽ വെച്ച് VS അറസ്റ്റിലാകുന്നു. പാലാ പോലീസ് സ്റ്റേഷനിലായിരുന്നു ചോദ്യം ചെയ്യൽ. ഇടിയൻ നാരായണൻ പിള്ള, KV പത്രോസും KC ജോർജും EMSും എവിടെയെന്ന് ചോദിച്ച് മർദ്ദിച്ചുകൊണ്ടേയിരുന്നു. എത്ര തല്ലിയിട്ടും മറുപടി ഇല്ലാതായതോടെ പീഡനമുറ മാറ്റി. ഒരിക്കലും മറക്കാത്ത ആ മർദ്ദനമുറയെക്കുറിച്ച് VS തന്നെ പറഞ്ഞ 2 വാക്കുകളുണ്ട്. 2 കാലുകളും ലോക്കപ്പിന്റെ അഴികളിലൂടെ അവർ പുറത്തേക്കെടുത്ത് അഴികൾക്ക് വിലങ്ങനെ 2 കാലിലും ലാത്തി വെച്ച് കെട്ടി. പിന്നെ കാലിനടിയിൽ അടി തുടങ്ങി. എത്ര വേദനിച്ചാലും കാലുകൾ അകത്തേക്ക് വലിക്കാനാവില്ലല്ലോ. കുറച്ചു പോലീസുകാർ ലോക്കപ്പിനകത്തും കുറച്ചു പേർ പുറത്തും, ഞാൻ അകത്തും പുറത്തുമല്ല എന്ന അവസ്ഥയിലും. ലോക്കപ്പിനുള്ളിലെ പോലീസുകാർ തോക്കിന്റെ പാത്തി കൊണ്ട് ഇടിച്ചുകൊണ്ടേയിരുന്നു. ആ സമയം പുറത്തുള്ളവർ കാൽപാദങ്ങളിൽ ചൂരൽ കൊണ്ടടിച്ചു. ഇതിനിടെ ഒരാൾ തോക്കിന്റെ ബയണറ്റ് പിടിപ്പിച്ച് എന്റെ ഉള്ളംകാലിൽ കുത്തി. കാൽപാദം തുളഞ്ഞ് ബയണറ്റ് അപ്പുറത്തേക്ക് കയറി. ചോര ഭിത്തിയിലേക്ക് ചീറ്റിത്തെറിച്ചു. എന്റെ ബോധം പോയി. പിന്നീട് കണ്ണു തുറക്കുമ്പോൾ പാലാ ആശുപത്രിയിലാണ് ഞാനുള്ളത്. മരിച്ചെന്ന് കരുതി കാട്ടിൽ കളയാൻ അന്ന് ലോക്കപ്പിലുണ്ടായിരുന്ന ചില പ്രതികളെ കൂട്ടി പോലീസ് VSനെ വണ്ടിയിൽ കയറ്റി കൊണ്ടുപോയി. കൂടെ പോയ സംഘത്തിലെ കള്ളൻ കോരപ്പനാണ് VS അനങ്ങുന്നുണ്ട് എന്നത് കണ്ടത്. ജീവനുള്ളതിനാൽ കാട്ടിൽ കളയാൻ ഞങ്ങൾ തയ്യാറല്ല എന്ന് പോലീസുകാരോട് പറഞ്ഞതും ആ കള്ളൻ തന്നെ. അങ്ങനെയാണ് VS ആശുപത്രിയിലെത്തിയത്. അവിടെ ദേശീയ ബോധമുള്ള ചില ഡോക്ടർമാർ ഉണ്ടായിരുന്നതിനാൽ പോലീസുകാർക്ക് കൂടുതലൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. അവരുടെ ചികിത്സയിൽ ജീവിതത്തിലേക്ക് അദ്ദേഹം തിരിച്ചു വന്നു. എന്നാൽ ബയണറ്റ് കുത്തിക്കയറിയ കാൽ ശരിക്കും നിലത്ത് കുത്താൻ 9 മാസം കഴിഞ്ഞതെന്ന് VS ഓർത്തിരുന്നു. ഒടുവിൽ ഒരിക്കലും മായാത്ത ആ മുറിപ്പാടുകളോട് കൂടിയാണ് പുന്നപ്ര വയലാർ വിപ്ലവ പോരാട്ട നായകൻ വിടവാങ്ങുന്നത്. VS കൂടുതൽ കാലം താമസിച്ചത് കാവാലത്തും നിലമ്പേരൂർ പഞ്ചായത്തിലെ ചെറുകരയിലുമാണ്. അഭിഭാഷകൻ വെട്ടുവേലി ശിവരാമ പണിക്കരുടെ വീട്ടിലാണ് ഏറെക്കാലം തങ്ങിയത്. വലിയ ഭൂപ്രഭുക്കൾ ഉണ്ടായിരുന്നതിനാൽ ചെറുകരയിലാണ് ആളുകളെ സംഘടിപ്പിച്ചത്. അവർക്കെതിരായ പോരാട്ടം നയിച്ചു. മിച്ചഭൂമി സമരം, കുടികിടപ്പ് സംരക്ഷണ സമരം, കൂലിക്കൂട്ടലിനുള്ള സമരം, 7-1 പദത്തിനും 4-1 തീർപ്പാക്കാനുമുള്ള സമരം, പ്രാദേശിക തൊഴിൽ അവകാശത്തിനായുള്ള പോരാട്ടം. പട്ടിക ഇങ്ങനെ നീളുകയാണ്. എല്ലാ സമര കേന്ദ്രങ്ങളിലും VS മുന്നണി പോരാളിയായി മാറി. കുട്ടനാടിനെ പറ്റി സംഘടനാപരമായി പഠിച്ച ലീഡറായിരുന്നു VS. തായങ്കരി, പാണ്ടങ്കരി ഭാഗങ്ങളിലടക്കം കേസിൽപ്പെട്ട സഖാക്കളെ രക്ഷിക്കാൻ എല്ലാ സഹായവും അദ്ദേഹം ചെയ്തു. അടിയും ഇടിയും ഉണ്ടെങ്കിലും ഓരോ സമരം കഴിയുമ്പോഴും വാളണ്ടിയർമാർക്ക് കുറവുണ്ടായില്ല. വിമോചന സമരം കഴിഞ്ഞ് റേഷൻ വെട്ടിക്കുറച്ചതിനെതിരായി ആലപ്പുഴയിൽ നടന്ന സമരത്തിന് നേതൃത്വം നൽകിയത് VS ആണ്. നിരണം ബേബി എന്നറിയപ്പെടുന്ന മുൻ മന്ത്രി E. ജോൺ ജേക്കബിന്റെ നിരണം പടക്കെതിരെ ശക്തമായ സമരമാണ് അന്ന് നയിച്ചത്. കുട്ടനാടിന്റെ പ്രിയപുത്രൻ തയ്യൽക്കാരന്റെ റോളിലും പ്രവർത്തിച്ചു. കൈനഗരി കുട്ടമംഗലത്തായിരുന്നു പ്രവർത്തനം. തൊഴിലാളികളുടെ ശക്തി കേന്ദ്രമായ ഇവിടം പാർട്ടി പ്രചാരണമായിരുന്നു ഉദ്ദേശം തന്നെ. ഒരു നൂറ്റാണ്ടിന്റെ സമരനായകൻ യാത്രയാകുമ്പോൾ ആ ചരിത്രം കൂടിയാണ് നമ്മളോട് സംസാരിക്കുന്നത്. അവകാശ സമരങ്ങൾ നടത്തി നമുക്കിപ്പോൾ ഉള്ള സ്വാതന്ത്ര്യം നേടിത്തന്ന ഇത്തരത്തിലുള്ള മനുഷ്യരെ ഓർക്കലാണ് ചരിത്രത്തിന്റെ നീതി.